ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം വിശുദ്ധ സ്വഭാരാധനയായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി തന്നു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, അപ്പോൾ തന്നെ നമ്മുടെ രാജീവ് സാറ് മറ്റൊരു സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോയിരിക്കുന്നു. തൻ്റെ ദാസൻ്റെ കുടുംബം, എല്ലാ കുഞ്ഞുങ്ങൾ ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം ഇന്ന് ദൈവസന്നിധാനത്തിൽ ആരോഗ്യത്തോട് ആയുസ്സോട് വന്നു ചേർന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയയാണ്. എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ പേര് ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചു. എത്രയോ പേര് മൺമറഞ്ഞ് പോയി. എന്നാൽ ദൈവത്തിൻ്റെ കരുണ, ദയ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരുണയ്ക്കായി പിന്നെയും നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയണം. ഞാൻ ഈ സങ്കീർത്തനം ദൈവനിയോഗത്തോടാണ് എടുത്തത്. ദൈവത്തിന് സ്തോത്രം. 122 സങ്കീർത്തനം എന്ന് പറയുന്നത് ആരോഹണ ഗീതങ്ങളിൽപ്പെട്ടതാണ്. 120 മുതൽ 134 വരെ ആരോഹണ ഗീതങ്ങളാണെന്ന് നമുക്കറിയാം. യെരൂശലേം ദേവാലയത്തിലേക്ക് ആണ്ടുതോറും ഉത്സവങ്ങൾ നടക്കുമ്പോൾ ദൈവജനം ഒന്നിച്ച് ചേർന്ന് കയറി പാടുന്ന സങ്കീർത്തനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം ഹല്ലേലൂയ ഇന്ന് നമുക്ക് ദൈവം നൽകി തന്നെങ്കിൽ ചിലത് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ചില ദൂതുകൾ, അരുളപ്പാടുകളൊക്കെ ദൈവം നമുക്ക് നൽകി തരുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ഈ സങ്കീർത്തനം ഒന്നടങ്കം നമ്മൾ ആരംഭം മുതൽ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം, യഹോവയുടെ ആലയത്തിലെ സന്തോഷവും അതുമായി ബന്ധപ്പെട്ട വിടുതലുകളുമൊക്കെയാണ് ഇതിൻ്റെ സാരാംശവും ഇതിലെ വിഷയങ്ങളുമൊക്കെ. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. അവരെന്ന് പറയുന്ന ആരാണെന്ന് ഇവിടെ പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം. ഹല്ലേലൂയ. അപ്പോൾ സഹോദരന്മാരും കൂട്ടാളികളുമായിരിക്കാം. അവർ എന്നോട് ഈ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിക്കുവാൻ ഇടയായി തീർന്നു. കാര്യം എന്താണെന്നറിയോ? ദാവീദിന് പറയുവാൻ കഴിയും, ആലയത്തിലെ ആരാധനയുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ വിടുതൽ ഒന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. ആമേൻ. ബാല്യകാലം മുതൽ ഹൗമാരം, ആമേൻ, അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ആലയവുമായി ബന്ധപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള വിടുതലേ ദാവീദിന് പറയാനുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം ദാവീദ് എഴുതി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, എത്രയോ അനർത്ഥങ്ങൾ എനിക്ക് മുൻപ് ഉണ്ടായിരുന്നു, എന്നെ താളടിയാക്കാമായിരുന്നു. ഒരിക്കൽ ഒരു സിംഹം, കരടി ഇതെല്ലാം ആക്രമിച്ചതാ. അവിടെ പോലും എന്നെ ഹല്ലേലൂയ അവിടുന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്. മരണത്തിൻ്റെ നീക്കുപോക്ക് തന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എന്നെ വിടുവിച്ചവനെ മറന്നു പോകുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കും. എനിക്കൊരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ച ദൈവമക്കൾക്ക് ആരാധന ഹല്ലേലൂയ ഉപേക്ഷയായി വിചാരിക്കുവാൻ കഴിയുകയില്ല. ആരാധനയുടെ അനുഗ്രഹമാ എനിക്കും നമ്മുടെ തലമുറകൾക്കും ലഭിച്ചത് എന്നുള്ള ആ വിശ്വാസമാണ്, പിന്നെയും ആ പ്രത്യാശയാണ് നമ്മൾ ആരാധനയ്ക്ക് വരുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ സന്തോഷത്തിൻ്റെ കാരണം അത് തന്നെയാ. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കാതെ വിടുവിച്ച ദൈവത്തെ എണ്ണി ദാവീദിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. 42-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ. വായിച്ചാട്ടെ 4-ാം വാക്യം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. ഉള്ളം എന്നിൽ പകരുകയാണ്. ഹല്ലേലൂയ. 5-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും.
ഓ, എത്ര ഘനമേറിയ വാക്കുകളാ. ആമേൻ. ആ സന്തോഷവും വിടുതലും പ്രാപിച്ചവന് മാത്രമേ ആ ഭക്തിയോടെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇവിടെയും ഭക്തന്റെ അപേക്ഷ എന്തുവാണെന്നറിയാമോ? യഹോവേ, അങ്ങയുടെ മനോഹരത്വം എനിക്കൊന്ന് കാണണം, അങ്ങയുടെ മന്ദിരത്തിൽ എൻ്റെ ആയുഷ്കാലം ഒന്ന് കഴിയണം. ഇതാണ് ആ ഭക്തന്റെ ആഗ്രഹം. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ദൈവം വിടുവിച്ച വിധങ്ങൾ അത്ര വലുതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ചറിഞ്ഞവർക്കത് ഭക്തന്റെ ലക്ഷണം ഇതൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സന്തോഷം മനസ്സിലാക്കുവാൻ കഴിയാത്ത അനേകരോട് ഒരുപക്ഷെ നമ്മൾ പറയും, ആരാധനയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവർ നമ്മെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഒച്ച വയ്ക്കുന്ന, ശബ്ദം വയ്ക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിയാതെ മറ്റ് പല കാര്യങ്ങളിലും അവർ സന്തോഷം പങ്കിട്ട് ഉച്ചയും വയ്ക്കും. ഈ അടുത്ത കാലത്ത് അങ്ങനെ പറഞ്ഞൊരു വ്യക്തി 25,000 വാട്സിന്റെ മൈക്കിന്റെ മുൻപിൽ കിടന്ന് ആടുന്നത് കണ്ടു. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോക ഇമ്പങ്ങൾ, ലോക നാടിമോടികൾ, ഇതൊക്കെയാണ് അവർ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നത്. എന്നാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവ പൈതലിന് അറിയാം, ഇവിടം കൊണ്ടല്ല എൻ്റെ ജീവിതം അവസാനിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു സ്വർഗോന്നതങ്ങളിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാ. ഇവിടെ താൽക്കാലികമാ, സ്ഥിരമായൊരു ഭവനം എനിക്ക് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയോടും നിർമ്മലതയോടും നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ഓരോ ദിവസവും കഴിയണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആരാധന ഉപേക്ഷയായി വിചാരിക്കുകയില്ല. ആരാധനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കും. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഉപേക്ഷയായി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ ആരാധിക്കുന്നവരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാവിൻ്റെ പുസ്തകം 2:3 ഒന്ന് വായിച്ച്. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമുക്ക് ചെല്ലാം. വായിക്കാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു. കണ്ടോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ അവിടെ ഉള്ളതെന്നറിയാമോ? വന്നോണം കണ്ടോണം എന്നുള്ള വരവല്ല. അവിടെ എന്തുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ നമുക്ക് വഴികളെ ഉപദേശിച്ചു തരും, ചൊവ്വയുള്ള വഴി. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഇടമ ആലയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, താഴോട്ട് വായിച്ചാട്ടെ. അവന്റെ പാതകളിൽ അതുകൊണ്ടാണ് പാതകളിൽ നടന്നു പോകുവാൻ കഴിയുന്നത്. ദൈവം നമുക്ക് നൽകി തരുന്ന വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുന്നത് ആലയത്തിൽ നിന്നുള്ളതായ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ഇടപെടുന്നതാ, ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നതാ, സാക്ഷ്യങ്ങളിലൂടെ സംസാരിക്കുന്നതാ, ദൈവദാസന്മാരിൽ കൂടെ സംസാരിക്കുന്നതാ. അങ്ങനെയെങ്കിൽ അവൻ നമുക്ക് വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്. ഒരാഴ്ച ആരാധന ഇല്ലെങ്കിൽ വലിയൊരു വിമ്മിഷ്ടം പോലെ അതെ എല്ലാവർക്കും ഉണ്ട്. ദൈവമക്കൾക്ക് ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ പാളയം ദൈവസഭയിലെ ദൈവമക്കൾക്ക് അറിയാം. അതുകൊണ്ടാണ് എത്രയോ കിലോമീറ്ററുകൾ താണ്ടി എത്രയോ കഷ്ടം സഹിച്ച് ഇവിടെ വരുന്നതിൻ്റെ താല്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രുചിച്ചറിയ ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് മാത്രമല്ല, താഴോട്ട് വായിക്കുന്നുണ്ട്, സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപിൽ ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവവചനം ആ മന്ന നമുക്ക് പൊഴിച്ചു തരും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും. അപ്പം കൊണ്ട് ജീവിക്കുന്നവരെല്ലാം മൺമറഞ്ഞ് ലോകത്തെ ഓടിയൊളിച്ച് അവര് ആമേൻ ഹല്ലേലൂയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഏത് വിഷയങ്ങളുടെ മുഖത്തും ആമേൻ ഇവരെ നിൽക്കുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഈ വചനം ഉള്ളിൽ നമുക്ക് നൽകി തരുന്നത് കൊണ്ട് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവശ്വാസിയുമായ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ആ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷുകളെ പോലെ ഓടണമെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കണ്ടല്ലോ, ദാവീദിന്റെ സഹപ്രവർത്തകര്, കൂട്ടാളികള്, കൂട്ടുകാരൊക്കെ പറയുന്നത് എന്താ? നമുക്ക് ഒന്നിച്ച് ആരാധനയ്ക്ക് പോകാം.
അതും നമ്മോടൊരു സന്ദേശം കൂടിയാ. എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരെ ആരാധനയ്ക്ക് കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കണം. എത്ര പേർക്കത് മനസ്സിലായി? സുവിശേഷം, ആമേൻ, സുവിശേഷത്തിന് പറയുവാൻ നമ്മൾ അതിൻ്റെ വ്യക്താക്കളായി ദൈവം നമ്മെ കണ്ടിരിക്കുമ്പോൾ ആലയത്തിൽ കൊണ്ടുവരുവാൻ ഒരു ആർദ്ര ഹൃദയം നമുക്കുണ്ടോ എന്ന് നമ്മെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ആഹാരം കൊടുക്കുവാൻ പറ്റിയ സ്ഥലമാണ് ആരാധനാലയം എന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച കഴിവതും കുഞ്ഞുങ്ങൾ ട്യൂഷൻ ഉണ്ടെങ്കിൽ ഒഴിവാക്കി ഹല്ലേലൂയ ആലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഇന്ന് ട്യൂഷനൊക്കെ കൊടുക്കുമ്പോൾ നാളെ ആലയത്തിൽ വരാതെ ട്യൂഷൻ മാത്രം കൊടുത്തുകൊണ്ട് ദൈവവചനം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതല്ല. ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല, വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൈമാറുവാൻ ആത്മീയ ആരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുവാൻ നമ്മൾ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാ, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാക്രിഫൈസ് ഒക്കെ ചെയ്ത് ഇവിടെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെയും എൻ്റെ ഹൃദയത്തിൽ ദൈവം അതിങ്ങനെ പറയുകയാണ്, ഇത്രയും ദൂരം താണ്ടിയൊക്കെ നമ്മൾ വരുന്നത്, എത്ര കഷ്ടങ്ങൾ സഹിച്ച് ഇവിടെ വരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ആരാധനയോടുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. ഒത്തിരി പറയുവാണ്, ഞാൻ ആ ഭാഗം എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് 2-ാം വാക്യത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ 2-ാം വാക്യത്തിലേക്ക് ഞാൻ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 2-ാം വാക്യം വായിച്ചാട്ട്. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. മതി മതി മതി. ഇവിടെ 2-ാം വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിച്ചല്ലോ. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്ക് അകത്ത് നിൽക്കുന്നു. എത്ര പേർക്ക് അതിൻ്റെ ആത്മീയാർത്ഥം അറിയാം? ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് അത് വേറൊരു രീതിയിലുള്ള മർമ്മമാണ്. ദൈവസന്നിധി ഞാൻ ധ്യാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ്, എടാ നിനക്ക് ഞാൻ ആരോഗ്യം തന്ന് നിന്റെ കാലുകൾക്ക് ബലം തന്നതുകൊണ്ടല്ലേ നീ ഇതിൻ്റെ അകത്ത് വന്നത്. ഹല്ലേലൂയ. എത്രയോ പേര് ആരാധനയെ കൊതിച്ചിട്ട് കാലുകൾക്ക് ബലമില്ലാതെ കടന്നു വരാൻ കഴിയാതെ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ബലം തന്നത് കൊണ്ടല്ലേ നടന്നു വരുവാൻ, അല്ലെങ്കിൽ വാഹനം ഓടിച്ച് ഇതിൻ്റെ അകത്ത് കടന്നു വരുവാൻ, ഇതിന് ആലയത്തിനകത്ത് വന്നത് കൃപയല്ലേ? കൃപ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, അവിടേക്ക് അതേ കാലുകൾ നിന്റെ വാതിൽക്കൾക്ക് അകത്ത് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാതികൾക്ക് അകത്ത് നിൽക്കുന്നു. ദൈവത്തിന്റെ ദാസീദാസന്മാരെ, നമ്മുടെ കാലുകൾ ആലയത്തിനകത്ത് കൃപയാൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇനിയും അകത്തെ പ്രവേശിക്കേണ്ടവരുണ്ട്. ചില സമശിഷ്ടങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, രക്തബന്ധങ്ങളുണ്ട്. അവരും ഇതിനകത്ത് വരണം കേട്ടോ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ തീരുമാനമെടുക്കും? എൻ്റെ രക്തബന്ധങ്ങൾ ഇതിനകത്ത് കാല് ചവിട്ടേണ്ടതാ, ഇതിനകത്ത് എത്തപ്പെടേണ്ടതാ. അവരുടെ ഈ അനുഭവം സ്വർഗീയ സന്തോഷം അനുഭവിക്കേണ്ടവരാ. തീരുമാനമെടുക്കണം കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ തന്നെ നമ്മൾ ഇന്നൂടെ ഒന്ന് പരിശോധിക്കണം, എൻ്റെ കാലുകൾ മാത്രമേ ഉള്ളൂ? എൻ്റെ കാലുകൾ അന്യായ കാലുകളായി വല്ലയിടത്തും പോയിട്ടാണോ ഇവിടെ വന്നത്? ആത്മീയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്ത് കാലുകൾ വന്നെങ്കിൽ കാലുകൾ വിശുദ്ധമാകണം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആത്മദാഹം, ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ദാഹം നമുക്കുണ്ടാകണം. ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുവാനുള്ള ഒരു ഹൃദയ വിശാലത നമുക്കുണ്ടെങ്കിൽ ഇനിയും ഇതിനകത്ത് നിറയും. എത്ര പേർക്കത് മനസ്സിലായി? എത്ര പേർക്കത് മനസ്സിലായി? നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം ഹല്ലേലൂയ മറ്റുള്ളവരോട് പങ്കായി അവർക്കും പകർത്തു കൊടുക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തമ്മിലിണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ. ഹല്ലേലൂയ. ഈ ആലയം യെരൂശലേം എന്ന് പറഞ്ഞാൽ തന്നെ മഹാരാജാവിൻ്റെ നഗരമാണെങ്കിലും സമാധാനത്തിൻ്റെ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, സമാധാനത്തിൻ്റെ സ്ഥലമെന്നാണ്. ആമേൻ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ഭവനമെന്നാണ് യെരൂശലേം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചാണ് ഇത് വിവർത്തനം പറയുന്നതെങ്കിലും ആലയം, സമാധാനം അവിടെയുണ്ട്. ആലയത്തിൽ ഐക്യതയുണ്ട്.
ആലയത്തിൽ സ്വസ്ഥതയുണ്ട്. ഈ ഐക്യതയും ഈ സമാധാനവും സ്വസ്ഥതയെല്ലാം ചേർന്ന് പോകുന്നതാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അവിടെ വായിക്കുന്നു, ആമേൻ, തമ്മിലിടങ്ങിയ നഗരമായി പണിതിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു യേശു എന്ന മൂലക്കല്ലും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനവും ഇട്ട പരിശുദ്ധാത്മാവിൻ്റെ പണിയായി ഈ ആലയം എന്ന് പറയുന്നത്. ഒരപ്പത്തിൻ്റെ അംശികളും ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാര അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അത് ഹല്ലേലൂയ, അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി വരുന്നു. പല ഗോത്രങ്ങളിൽ നിന്നും വന്നെങ്കിലും ക്രിസ്തുയേശുവിൽ ഒന്ന്. എല്ലാ ഗോത്രങ്ങളും യഹോവയാൽ ഹല്ലേലൂയ ഒന്നാണ്. ഹല്ലേലൂയ. ഒരപ്പത്തിൻ്റെ അംശികളാ, ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാരാ. എന്തിനാ വരുന്നതെന്ന് അവിടെ കാണുന്നുണ്ട്. എന്തിനാ വരുന്നത്? ദൈവത്തിന് സാക്ഷ്യം പറയുവാൻ, ദൈവത്തിന് എനിക്ക് ചെയ്ത നന്മകളെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ. തമ്മിൽ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു. ഇതാണ് സന്തോഷം. ഉല്ലാസത്തിന്റെ ഘോഷം ആലയത്തിലുണ്ട്. ഹല്ലേലൂയ. പോരാ, ആമേൻ. അവിടെ പറയുന്നു സ്തോത്രം ചെയ്യുവാൻ. സ്തോത്രം ചെയ്യണം. നിന്റെ നാവ് അടങ്ങിയിരിക്കരുത്. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നീ സ്തോത്രം ഇടവിടാതെ ആദരാർപ്പണമെന്ന സ്തോത്രയാഗം ദൈവത്തിന് അർപ്പിക്കുന്ന സ്ഥലമാ യെരൂശലേം, മഹാരാജാവിന്റെ നഗരം, സമാധാനത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ആലയം. അങ്ങനെയുള്ള ആലയമാ. അവിടെ സ്തോത്രയാഗങ്ങൾ ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഓ ശുഡാബാരബാശംതന. ഹല്ലേലൂയ. ഓ സ്തോത്രം. ആമേൻ. ഒരുമിച്ച് ആമേൻ അവിടെ പറയണം. ഹല്ലേലൂയ. അതിൻ്റെ 5-ാം വാക്യത്തിൽ കാണുന്നു, ആമേൻ, സ്തോത്രം. അവിടെ ന്യായാസനങ്ങൾ, ദാവീദിൻ്റെ ഗ്രഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. നോക്കിയേ, ഈ ആലയത്തിൽ ന്യായാസനങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? ന്യായമായ ചില കാര്യങ്ങൾ, നിന്റെ ന്യായമായ ചില കാര്യങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് ദൈവം നിവർത്തിച്ച് തരികയാണ്. എത്ര പേർക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, സ്തോത്രത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ന്യായമായ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നത്. ന്യായമായ നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കും കേട്ടോ. ന്യായമായ നിന്റെ ആരോഗ്യ പ്രശ്നത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. ദൈവം അത് ഏറ്റെടുക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം നിന്റെ വിഷയം ഏറ്റെടുക്കും. ഇന്ന് നീ കഷ്ടപ്പെടുന്ന, ഇന്ന് നീ ഭാരപ്പെടുന്ന, ഇന്ന് നീ നൊമ്പരപ്പെടുന്ന ചില വിഷയത്തിന്മേൽ എന്റെ ദൈവം ഏറ്റെടുത്തു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ചിലരോട് ദൂത് പറയുകയാ, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടമുണ്ടല്ലോ, അത് ഏത് രൂപത്തിലാകട്ടെ, ആ കഷ്ടം എന്റെ ദൈവം ഏറ്റെടുത്തിരിക്കുകയാ. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അതുപോലെ 6-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? വായിച്ചേ 6-ാം വാക്യം. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കും. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. യെരൂശലേം, അക്ഷരികമായ യെരൂശലേം നമുക്കറിയാം. ഇന്ന് അവിടെ നടക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ യുദ്ധങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നാൽ അവിടെ സമാധാനമില്ലെങ്കിൽ ലോകത്തെങ്ങും സമാധാനമില്ല, അത് നമുക്കറിയാം. അപ്പോൾ യെരൂശലേമിൻ്റെ സമാധാനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിലും ആത്മീയമായി, ആത്മീയ ആരാധനയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവിടെ എന്താ ഉണ്ടാകുന്നത്? അവിടെ ആമേൻ, സമാധാനം. ഹല്ലേലൂയ. ആമേൻ. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായിരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, അവിടെ സ്വൈരമായിരിക്കണം. സ്വൈരത, ഒരു സമാധാനം, ഒരു സ്വസ്ഥതയൊക്കെ ദൈവം എന്ത് തരും? ആലയത്തിനകത്ത് തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഈ സ്വൈരത, ഈ സമാധാനം, ഈ സ്വസ്ഥത ആലയത്തിൽ നൽകുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഭവനത്തിലും അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ആലയത്തിലും അത് ദൈവം തരും. ആമേൻ. നമ്മുടെ ഭവനത്തിലും അത് തരും. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തലന്മാരെ, നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ ശൗലിൻ്റെ മാനസാന്തരാനന്തരം അവരുടെ ശുശ്രൂഷയിൽ എന്താ അവിടെ സംഭവിച്ചതെന്നറിയാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 37-ാം വാക്യം എന്ന് വായിച്ച 9-ാം അധ്യായം 37-ാം വാക്യം. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക. 9:37 അതെ. സഭയ്ക്ക് സമാധാനമുണ്ടായി എന്നുള്ള ഭാഗം വായിച്ചാട്ടെ. എത്രാം വാക്യമാണ്? 9-ാം അധ്യായം 31-ാം വാക്യം. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അന്ന് വരെ ഇല്ലാത്ത സമാധാനം സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ സമാധാനമുണ്ടാകുകയാണ്.
ആമേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ, ആമേൻ, ആരാധന നമ്മിൽ വെളിപ്പെടുമ്പോൾ, ആലയത്തിൽ വെളിപ്പെടുമ്പോൾ, ആമേ, സമാധാനം അവിടെ ദൈവം നൽകുക, ഒരു സ്വസ്ഥത തരുകയാ, ഒരു സ്വൈരത ദൈവം നൽകുകയാണ്. ആമേൻ. നമുക്കറിയാം, ആമേ, അതിൻ്റെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണുന്നുണ്ട്. അതിൻ്റെ 7-ാം വാക്യത്തിൽ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം എൻ്റെ ദൈവം നൽകിക്കൊണ്ടിരിക്കുക. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? എവിടേക്കോ സമാധാനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിൻ പാർക്കുന്ന കൊത്തളങ്ങളെക്കുറിച്ചായി പറയുന്നത്. ആമേൻ, സ്തോത്രം. നീ യെരൂശലേമിൻ്റെ സമാധാനത്തിനായി നീ പ്രാർത്ഥിക്കുമ്പോൾ, ആലയത്തിലെ ആരാധനയുടെ അനുഗ്രഹത്തിനായി നീ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ കൊത്തളങ്ങളിൽ ഒരു സ്വൈരത ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിന്റെ ഹല്ലേലൂയ കുടുംബജീവിതത്തിൽ സ്വൈരത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് നൽകിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അതെ, ആമേൻ, സ്തോത്രം. ആമേൻ. അവിടെ സ്വസ്ഥത തരും നിന്റെ കൊത്തളങ്ങളിൽ, നിന്റെ അരമനകളിൽ സമാധാനം നൽകുന്നു. ആമേ, ഈ സമാധാന പ്രഭുവായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവല്ലേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്നല്ലേ കർത്താവ് പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ഓ ഹല്ലേലൂയ. ഓ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളവർക്ക് ഓ മഹാസമാധാനം എന്നല്ലേ കർത്താവ് പറഞ്ഞത്? 119-ാം സങ്കീർത്തനം 165-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞത്? അപ്പോൾ സമാധാനം, ആമേ, പ്രഭുവായ കർത്താവ് ഇത് പറയുമ്പോൾ തന്നെ ചിലരുടെ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ കാണുകയാ, നിന്റെ ഭവനത്തിൽ അസമാധാനം മാറിപ്പോകുക, ചില സ്വസ്ഥതകൾ ദൈവം നൽകി തരികയാ. ദൈവത്തിന് സ്തോത്രം. ഓ, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ അത് ആത്മാവിൽ കാണുന്നു, വെളിപ്പാട് കാണുന്നു. യെസ്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നേ. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം ഒന്നെടുത്തേ. 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇന്ന് വരെ ഇല്ലാത്ത സ്വസ്ഥത. ഗിദെയോനെ ദൈവം, പരാക്രമശാലിയെ, നീ ബലത്തോടെ പോ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം തന്നെ ദാസനെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് വരെ ഇല്ലാത്തൊരു സമാധാനം, ഒരു സ്വസ്ഥത എവിടെ ഉണ്ടായെന്നറിയാമോ? അതേ, ഹല്ലേലൂയ, ഇസ്രായേലിൽ ദൈവം നൽകിയെങ്കിൽ, ഗിദെയോന്റെ കാലഘട്ടത്തിൽ ദൈവം നൽകിയെങ്കിൽ അതിന്റെ ആരംഭത്തിൽ കാണുന്നു. എന്നാൽ മിദ്യാൻ തല പൊക്കാതെ വണ്ണം, ഓ, ആരോടൊക്കെയോ ദൂത് പറയുകയാ. ഓ, മിദ്യാൻ നിനക്കെതിരെ തല പൊക്കുന്നത് ഈ പകൽക്കാലം അത് ദൈവം എടുത്തു മാറ്റുകയാ. പൊക്കാതെ വണ്ണം, മിദ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിയെങ്കിൽ ഗിദെയോന്റെ കാലഘട്ടത്തിൽ ഒരു സ്വസ്ഥത ദൈവം നൽകിയതുപോലെ, ഓ ഹല്ലേലൂയ, മിദ്യാൻ കീഴടങ്ങും. ഒരു സ്വസ്ഥത നിനക്ക് തരും. ചില രോഗങ്ങൾ കീഴടങ്ങും. യെസ്. ഓ, ചില ദാമ്പത്യ ക്ലേശങ്ങളാകുന്ന അസ്വസ്ഥത ദൈവം എടുത്തു മാറ്റുകയാ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവത്തിന് സ്തോത്രം. ചില രോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചില ഡോക്ടർമാർ കണ്ടുപിടിക്കാനും പാടാ. ഞാൻ ഈ അടുത്ത സമയത്ത് ഭയങ്കര രോഗിയായ ഒരു വ്യക്തിയുടെ ഈ സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നതിൻ്റെ അകത്ത് ഒന്നും കാണുന്നില്ലെന്ന്. എന്നാൽ അറിയാമോ, ആലയത്തിൽ വന്നാൽ സ്കാൻ തെളിയും. ചില രോഗങ്ങൾ ബാധയാ, അത് വിട്ടുപോകും. സ്വസ്ഥത നിനക്ക് തരും. ഇന്ന് പകൽക്കാലം ചിലരുടെയൊക്കെ ആത്മാവ് ദൂത് പറയുകയാ. ഓ, അസ്വസ്ഥത നിന്റെ ഏത് രൂപത്തിലും നിന്റെ ജീവിതത്തിൽ വരാം. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഇടപെടും. നിന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടും. യെസ്, ആലയത്തെക്കുറിച്ചുള്ളൊരു തീഷ്ണത, ആലയവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധം നീ മുറുകെ ഒന്ന് പിടിച്ചാൽ മതി. ദൈവത്തിന്റെ കരം നിന്നെ പിന്നെ ചലിപ്പിക്കും. യെസ്, എന്റെ സമാധാനം. യെസ്, നിന്റെ കൊത്തളങ്ങളിൽ ദൈവം സമാധാനം തരും. യെസ്, ഹല്ലേലൂയ. വചനം കേൾക്കുന്ന നമ്മിൽ അത് സംഭവിക്കും. ഈ വചനം ഇവിടെ പറയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും. രോഗശക്തി തലപൊക്കാതെ വണ്ണം, ഓ രോഗശക്തി തലപൊക്കാതെ വണ്ണം, ഓ ദൈവം അത് അവൻ കീഴടങ്ങും. മിദ്യാൻ കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തില്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൂത് പറയുമ്പോൾ തന്നെ വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക, വിടുതൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ, കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഓ യെസ്, യെസ്, യെസ്. ചില രോഗബാധകൾ വിട്ടുപോകട്ടെ, രോഗബാധകൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തില്. യെസ്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സര സ്വസ്ഥതയുണ്ടായി. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കിയേ. അതല്ലേ നമ്മുടെ സങ്കീർത്തനത്തിൽ കാണുന്നത്? നിന്റെ കൊത്തണങ്ങളിൽ
ഓ ഒന്ന് വായിച്ചാട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ആ ഉണ്ടാകട്ടെ. സ്വൈരവും ഉണ്ടാകട്ടെ. സഹോദരി, സ്വൈരം തരാൻ പോവുക കർത്താവ്, സ്വസ്ഥത തരാൻ പോവുക. നിന്റെ ചില പ്രിയപ്പെട്ടവരല്ല, നിന്റെ രക്തബന്ധങ്ങളല്ല, ആമേ, അയൽക്കാർ പറയും നിന്നെക്കുറിച്ചുള്ള വാർത്ത പലതാ പറഞ്ഞത്, എന്നാൽ അതിനൊരു വിരാമം ഇന്ന് തരാൻ പോകുക. ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാ, ആ വാർത്ത മാറ്റി എഴുതാൻ പോകുകയാ. നീ സമാധാന പ്രിയനെന്ന് ലോകം പറയട്ടെ. ഓ, നിന്റെ നാട്ടുകാർ പറയട്ടെ, നിന്റെ കുടുംബങ്ങൾ പറയട്ടെ. യെസ്, അവർ എഴുതിയ വാർത്ത എന്റെ ദൈവം എടുത്തു മാറ്റട്ടെ. ഹല്ലേലൂയ. സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുക. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോടെ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. നമ്മുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമോ, എത്ര മനോഹാരിത. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.